വിശുദ്ധിയിൽ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയിൽ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങളുടെ ഓരോ അവയവങ്ങളെയും തൊട്ടിട്ട് പറയാൻ കഴിയണം, ഇത് യഹോവയ്ക്ക് വിശുദ്ധം. എൻ്റെ ശരീരം മാത്രമല്ല, എനിക്കുള്ളതെല്ലാം. എൻ്റെ വീട്ടിലെ ടിവിയുടെ മുകളിൽ എഴുതി വെക്കാൻ കഴിയുമെങ്കിൽ എഴുതി വെക്കണം, ഇറ്റ് ഈസ് ഹോളി അൺടു ദ ലോർഡ്. മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് ഹോളി അൺടു ദ ലോർഡ്. അത് യഹോവയ്ക്ക് വിശുദ്ധമാണെന്നുള്ളത് അലിഖിതമായി രേഖപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. എവ്രിതിങ്, എനിതിങ് ആൻഡ് എവ്രിതിങ്. ഞാൻ ഡൽഹിയിൽ ഒരിക്കലും ഒരു ക്യാമ്പിൽ ഇതുപോലെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ സെഡ് യു ഹാവ് ടു റൈറ്റ് ഡൗൺ എവ്രിവെയർ ഇറ്റ് ഈസ് ഹോളി അൺടു ദ ലോർഡ്. എന്നെ മീറ്റിങ്ങിന് കൊണ്ടുപോയ ആ പയ്യൻ മീറ്റിങ്ങിൽ കഴിഞ്ഞപ്പോൾ നേരെ ഇറങ്ങി വന്നിട്ട് അവൻ്റെ കാറിലുണ്ടായിരുന്ന സകല സീഡിയും 2 വീലിൻ്റെ മുമ്പിലോട്ട് കയറ്റി വെച്ചിട്ട് വണ്ടി ഓടിച്ചു കളഞ്ഞു. ഹി വാസ് റെഡി ടു പേ ദ കോസ്റ്റ്. അവൻ വളരെ സ്നേഹിച്ചതാണ് മ്യൂസിക്കിനെ. ലോകത്തിലില്ലാത്ത മ്യൂസിക്സ് ഒന്നുമില്ല, എല്ലാം കൊണ്ടു നടന്നതാണ്. പക്ഷേ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ കാറ് ഇറ്റ് ഈസ് ഹോളി അൺടു ദ ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ കാറിൽ ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് യോജിക്കാത്ത ഒരു സീഡി എനിക്കിടാൻ കഴിയത്തില്ല എന്നവൻ പറഞ്ഞു. ഇന്ന് പെന്തിക്കോസ്ത് തലമുറയോട് നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യം അതാണ്. മൈ ബോഡി ഈസ് ഹോളി അൺടു ദ ലോർഡ്, മൈ ഹോം ഈസ് ഹോളി അൺടു ദ ലോർഡ്. ഇന്നതിന് യാതൊരു രീതിയിലുള്ള ഒരു പ്രസക്തിയില്ലാത്ത നിലയിൽ ലുക്ക് അറ്റ് യുവർ, നിങ്ങൾ പിള്ളേരുടെ ജസ്റ്റ് ടേക്ക് ദ മൊബൈൽ ഫോൺസ്. Can you say that it is holy unto the Lord? നമ്മുടെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന SMS ഒന്ന് വായിച്ചു നോക്ക്, എന്നിട്ട് പറ, can you say that it is holy unto the Lord? യഹോവയ്ക്ക് വിശുദ്ധമെന്ന് പറയാൻ നിങ്ങൾ കഴിയുന്നുണ്ടോ? എനിക്ക് കർത്താവ് തന്ന മൊബൈൽ ഫോൺ ഇറ്റ് ഈസ് ഹോളി അൺടു ദ ലോർഡ്. അത് യഹോവയ്ക്ക് വിശുദ്ധമാണ്. എനിക്ക് കർത്താവ് തന്ന വാച്ച് അത് യഹോവയ്ക്ക് വിശുദ്ധമാണ്. എൻ്റെ കമ്പ്യൂട്ടർ കർത്താവ് എനിക്ക് തന്നതാണ്, അത് യഹോവയ്ക്ക് വിശുദ്ധമാണ്. കാര്യം ഞാൻ യാഗമാക്കേണ്ടത് എന്താണ്? My sacrifice is a holy sacrifice. It is not an unholy sacrifice. It is a living sacrifice. It is a holy sacrifice. അത് ജീവനുള്ള യാഗമാണ്, അല്ലാതെ ചത്ത യാഗമല്ല. അതൊരു വിശുദ്ധ യാഗമാണ്. ഇറ്റ് ഈസ് ഹോളി അൺടു ദ ലോർഡ്. എപ്പോഴും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ടതായ കാര്യം. 2 Corinthians chapter 7 verse 1. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഏത് വാഗ്ദത്തങ്ങൾ? ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്. അതിന് മുകളിലത്തെ അധ്യായത്തിലാണ് പറയുന്നത് എന്താ വാഗ്ദത്തമെന്ന്. ഞാനത് വിശദീകരിക്കുന്നില്ല, അവിടെ ഒരു വാക്യം മാത്രം വായിക്കാം. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായത് ഒന്നും തൊടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തം, എന്ത് വാഗ്ദത്തം? നീ അശുദ്ധമായതിനെ തൊടത്തില്ലെങ്കിൽ, നീ അവരുടെ ഇടയിൽ നിന്ന് വേർപെട്ടിരിക്കുമെങ്കിൽ, എങ്കിൽ ഞാൻ നിനക്ക് പിതാവും നീ എനിക്ക് പുത്രനും പുത്രിമാരുമായിരിക്കും. കൈവൊക്കിയത് കൊണ്ട് ആരും ദൈവമക്കളാകത്തില്ല. ദൈവമക്കളാകണമെങ്കിൽ അശുദ്ധമായതിനെ തൊടാതെ വേർപാടിന്റെ സത്യത്തെ തിരിച്ചറിഞ്ഞ്, പള്ളി വിട്ടുകൊണ്ടൊന്നും കാര്യമില്ല, അശുദ്ധമായതിനെ ഒന്നും തൊടാതെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വീട്ടിൽ, എൻ്റെ ഭവനത്തിൽ, എൻ്റെ ശരീരത്തിൽ, എൻ്റെ അവയവങ്ങളിൽ അശുദ്ധിയുടെ ലാഞ്ചനയില്ലാതെ സകലത്തിൽ നിന്നും വേർപെട്ടിരിക്കുന്നു എങ്കിൽ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. ഇന്ന് രാത്രിയിലും ദൈവം അതേ വാഗ്ദത്തം നമുക്ക് നൽകുകയാണ്. നമ്മളവൻ്റെ പുത്രനും പുത്രിമാരും ആകണമെങ്കിൽ എൻ്റെ കൈകളിൽ ഞാൻ എഴുതി വെക്കണം, ഇറ്റ് ഈസ് ഹോളി അൺടു ദ ലോർഡ്. നമ്മൾ നമ്മുടെ വകയല്ല. റോമാലേഖനം 6:19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം അതാണ്. കർത്താവ് അവിടെ റോമാലേഖനം 6 സ്നാനത്തിനോട് തന്നെ ചേർന്ന് വീണ്ടും പറയാണ്. 19 വാക്യം വരുമ്പോഴത്തേക്ക്, 19-20 വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ കാണുന്നത്, നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി, അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിപ്പീൻ. വിശുദ്ധീകരണത്തിനായി എൻ്റെ ശരീരത്തെ ഞാൻ അത് നീതിക്ക്, വിശുദ്ധിക്ക് ഈൽഡ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. എൻ്റെ ശരീരത്തെ എനിക്കിനിപ്പോൾ ഒരിക്കലും എന്താണ് വേറൊരു രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയത്തില്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ടാകണം. നമ്മൾ
നമ്മളെ കർത്താവ് വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മളെ കർത്താവ് വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നു എങ്കിൽ 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-20 വാക്യങ്ങൾ നമ്മളവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? 7-ാം അധ്യായം 23-ാം വാക്യത്തിൽ സെയിം അതുപോലെ തന്നെ പറയാണ്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, മനുഷ്യർക്ക് ദാസന്മാർ ആകരുത്. വി ആർ ബോട്ട് വിത്ത് എ പ്രൈസ്. അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. നമ്മളെ എന്ന് പറയുമ്പോൾ എന്താണ്? ആത്മാവിനെ മാത്രമല്ല, ശരീരത്തെയും വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും. വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്റെ ശരീരത്തെ അവൻ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നെന്ന്. നമ്മളെപ്പോഴും പറഞ്ഞു പഠിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. കർത്താവ് എൻ്റെ ആത്മാവിനെ പിശാചിന്റെ കയ്യിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുക. അതുകൊണ്ട് ഒടുവിൽ പിന്നെ എപ്പോഴെങ്കിലും അത് ഏറ്റവും ഒടുവിൽ പിശാചിന്റെ കയ്യിൽ നിന്ന് ദൈവം അങ്ങ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കൊണ്ടുപോയിക്കോളും എന്ന് നമ്മൾ പറയുമായിരിക്കും. എന്നാൽ ഇവിടെ പറയാണ്, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അവർ സോൾ, ഇറ്റ് ഈസ് അവർ ബോഡി. ആൻഡ് മൈ ബോഡി ഈസ് നോട്ട് മൈൻ, ഇറ്റ് ഈസ് ബോട്ട് വിത്ത് എ പ്രൈസ്. എന്റെ ശരീരം എന്റെ വകയല്ല. പ്രിയമുള്ളവരെ, എന്റെ ശരീരം എന്റെ വകയല്ല എന്നുള്ള തിരിച്ചറിവാണ് വിശുദ്ധ ജീവിതത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത്. When I know that my hands is not mine and it belongs to Jesus, പിന്നെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് കൈ ഉപയോഗിക്കാൻ പറ്റത്തില്ല. എൻ്റെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ആഗ്രഹമുണ്ടാകുമ്പോൾ എൻ്റെ കണ്ണിനോട് പറയണം, നീ എൻ്റെ വകയല്ല. എൻ്റെ വകയല്ലാത്തൊരു കാര്യം എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പിന്നെ എൻ്റെ കണ്ണിനെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള നിലയിലല്ല ഉപയോഗിക്കുന്നത്. കർത്താവിന് ഇഷ്ടമുള്ള നിലയിൽ. കാര്യം ഐ എം ബോട്ട് വിത്ത് എ പ്രൈസ്. എൻ്റെ ബോഡി, എൻ്റെ ശരീരം അവൻ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. അല്ലാതെ എൻ്റെ ആത്മാവിനെ മാത്രമല്ല. അടുത്തത്, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. പ്ലീസിങ്. എൻ്റെ ശരീരത്തെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ ദൈവത്തിന് സമർപ്പിക്കുമ്പോഴാണ് അത് ദൈവത്തിന് പ്രസാദമാകുന്നത്. അല്ലേ? നമ്മളുടെ വീട്ടിലൊരു ജോലിക്കാരനുണ്ടെന്ന് വയ്ക്കുക. നമ്മൾ തല്ലുകൊടുത്തില്ലെങ്കിൽ, അവൻ പണിയെടുക്കത്തില്ലെങ്കിൽ അവൻ്റെ പണിയിൽ നമുക്ക് പ്രസാദമുണ്ടാകുമോ? ഇല്ല. എപ്പോഴാണ് നമുക്ക് അവനിൽ പ്രസാദമുണ്ടാകുന്നത്? വേണ്ട, ജോലിക്കാരുടെ കാര്യം കള. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മോൻ അല്ലെങ്കിൽ മോള്, കൊച്ച് രാവിലെ പറയുകയാണ്, ഒരു ചായ ഇട്ടുകൊണ്ട് വരാൻ മോളോട് പറയുകയാണ്. 1 പറഞ്ഞു, 2 പറഞ്ഞു, 3 പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, കൊച്ചെ ചായ ഇട്ടുകൊണ്ട് ഇല്ല, ഞാൻ നല്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടിച്ച് ശരിയാക്കി, ഞാൻ പോയി ചായ ഇട്ടുകൊണ്ട് വാടി എന്ന് പറയുമ്പോൾ പെതിയെ എണീറ്റ് അവിടെ പോയി നിൽക്കുന്നു. പിന്നെ പുറകെ ചെന്ന് നമ്മൾ 3 പ്രാവശ്യം കൂടെ പറയുമ്പോൾ ഒരു ചായ എനിക്ക് ഇട്ടു തരികയാണെങ്കിൽ നമുക്കതിനകത്ത് പ്രസാദം ഉണ്ടാകുമോ? ഇല്ല. എന്നാൽ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും വായിക്കുകയായിരിക്കും, ഞാൻ വായിക്കുന്നത് കണ്ടോണ്ട് എൻ്റെ മോള് ചെന്നിട്ടൊരു ചായയൊക്കെ ഇട്ടിട്ട്, അപ്പേ നേരത്തെ എണീറ്റതല്ലേ, ദാഹിക്കുന്നുണ്ടായിരിക്കുമല്ലോ, ഇന്നാ ചായ എന്ന് പറയുമ്പോഴോ അതെങ്ങനെയുള്ള യാഗമായി തീരുന്നു? പ്രസാദമുള്ള യാഗം. പ്രിയമുള്ളവരെ, ഒരു ഫോഴ്സ്ഫുൾ ലേബർ എന്ന നിലയിലല്ല നമ്മൾ ദൈവത്തിന് എൻ്റെ ശരീരത്തെ കൊടുക്കേണ്ടത്. അത് ദൈവത്തിന് പ്രസാദമാകത്തില്ല. ദൈവത്തിന് പ്രസാദമാകണമെങ്കിൽ എന്താണ്? ഞാൻ എൻ്റെ ഹൃദയത്തോടെയും, പൂർണ്ണ ഹൃദയത്തോടെയും, പൂർണ്ണ ആത്മാവോടും, പൂർണ്ണ മനസ്സോടും കൂടെ ഞാനത് ചെയ്യുമ്പോഴാണ് അത് ദൈവത്തിന് പ്രസാദമുള്ളതാകുന്നത്. 40-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ നമ്മൾ എപ്പോഴും വായിക്കുന്ന വാക്യമാണ്, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ എനിക്ക് പുറത്തു നിന്നുള്ളൊരു ഫോഴ്സ് അല്ല അത്. ഇറ്റ് ഈസ് ആൻ ഏർജ് ഫ്രം വിതിൻ. എൻ്റെ ഹൃദയം സംഹാവ്. എനിക്ക് 63-ാം സങ്കീർത്തനത്തിലെ 1-ാം വാക്യത്തിലെ ഒരു വാക്ക് ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. മൈ സോൾ തേഴ്സ് ഫോർ ദീ ആൻഡ് മൈ ഫ്ലഷ് ഫെയിൻസ് ഫോർ ദീ. എൻ്റെ ആത്മാവ് നിനക്കായി കാംക്ഷിക്കുന്നു, എൻ്റെ ദേഹം, ആ വാക്യം ഐ വിൽ റീഡ് ഇറ്റ്. എൻ്റെ ദേഹം, ഞാൻ ആദ്യം അങ്ങനെ ചെയ്തിയ, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. എൻ്റെ ദേഹം, എൻ്റെ ആത്മാവ് മാത്രമല്ല, എൻ്റെ ദേഹം. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ
എൻ്റെ ദേഹം എങ്ങനെ എനിക്ക് യേശുവിന് പ്രസാദകരമായ നിലയിൽ യേശുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ കഴിയും? അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് ആകപ്പാടെ ഒരു പ്രയാസം ഉണ്ടാകുന്ന സ്റ്റേജ്. എൻ്റെ ദേഹം, മൈ ഫ്ലഷ് ഫെയിൻസ് ഫോർ ദീ. സങ്കീർത്തനക്കാരൻ എത്ര ആഴത്തിൽ പറയുന്നു. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് മൈ സോൾ, ഇറ്റ് ഈസ് മൈ ഫ്ലഷ്. എൻ്റെ ശരീരം, എൻ്റെ ദേഹം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഉപയോഗിക്കാൻ എൻ്റെ ശരീരത്തെ ആഴത്തിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അതിനുവേണ്ടി ഞാൻ അങ്ങ് ഫെയിൻറ്റഡ് ആകുന്ന ഒരു സ്റ്റേജ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോഴാണ് അത് ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ ദൈവത്തിന് യാഗമായി അർപ്പിക്കുകയാണ്. അത് എങ്ങനെയാണ്? ജീവനുള്ള യാഗമാണ്. ഞാൻ കർത്താവിനോട് മരിച്ചു, അടക്കപ്പെട്ടു, ഉയിർത്തെഴുന്നേറ്റു. എന്തിന്? അവനോടുകൂടെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. ഞാൻ ദൈവത്തിന് ജീവിക്കുന്നവനാണ്, പാപത്തിന് മരിച്ചവനാണ്. എന്ന് തന്നെയല്ല, എൻ്റെ യാഗം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹോളി സാക്രിഫൈസ്. എൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളുടെ ചെറിയ തുണ്ടുപോലും ഇറ്റ് ഈസ് ഹോളി അൺ ടു ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ആൻഡ് ഓൾസോ അത് ദൈവത്തിന് പ്രസാദമുള്ളതാകണമെങ്കിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ എൻ്റെ ദേഹം അവനായി കാംക്ഷിക്കുന്ന, കൊതിക്കുന്ന, എൻ്റെ ശരീരം അവന് ചെയ്യാൻ, അവൻ എന്തും ചെയ്യാൻ, എൻ്റെ മൈൻഡിലേക്ക്, എൻ്റെ ചിന്തയിലേക്ക്, എന്നിലേക്ക് കടന്നിരിക്കുവാനായിട്ട് യേശുവിനെ അനുവദിച്ചു കഴിയുമ്പോൾ അതിനുവേണ്ടി മാത്രം അവൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേജ്. അങ്ങനെയുള്ള യാഗമാണ് ബുദ്ധിയുള്ള ആരാധന. ഇറ്റ് ഈസ് എ സ്പിരിച്വൽ വേർഷിപ്പ്, ഇറ്റ് ഈസ് എ റീസണബിൾ വേർഷിപ്പ്. അത് ബുദ്ധിയുള്ള ഒരു ആരാധനയാണ്. നിങ്ങൾ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നതെന്നാൽ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. ഈ ബുദ്ധിയുള്ള ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയിലുള്ള ആരാധനയല്ല, രണ്ടും രണ്ടാണ്. ബുദ്ധിയുള്ള ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയിലുള്ള ആരാധനയല്ല. വേർഷിപ്പിനെ കുറിച്ച് ഞാനൊരു ചെറിയ പഠനത്തിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളതുണ്ട്. വേർഷിപ്പ് ബേസിക്കലി മൂന്ന് കാര്യങ്ങളുടെ നിന്നാണ് ഉണ്ടാകുന്നത്. വേർഷിപ്പ് ഇൻ ഇഗ്നറൻസ്, അജ്ഞതയിൽ നിന്നുള്ള ആരാധന. 2, വേർഷിപ്പ് വിത്ത് ഇന്റലിജൻസ്, ബുദ്ധിയിലുള്ള ആരാധന അഥവാ ബുദ്ധി കൊണ്ടുള്ള ആരാധന. മേ ബി അതിന്റെ കൺസ്ട്രക്ഷനിൽ നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടി വരും ചിലപ്പം. ആൻഡ് വേർഷിപ്പ് ഇൻ സ്പിരിറ്റ്, ആത്മാവിലുള്ള ആരാധന. നമ്മൾ എന്തുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത്? നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിയാൽ എന്തുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 100 കൂട്ടം ഉത്തരം കാണുമായിരിക്കും. ചിലപ്പോൾ നമ്മൾ പറയുന്നത് ദൈവം ആരാധിക്കാനായി നമ്മളെ സൃഷ്ടിച്ചെന്നാണ്. ആരാധിക്കാനായി നമ്മളെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ അല്പം ഒരു ബുദ്ധിമുട്ടുണ്ട്. ദൈവം ആരാധിക്കാനായിട്ട് ആരെയും സൃഷ്ടിച്ചിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ദൂതന്മാരെ പോലും അവൻ സൃഷ്ടിച്ചത് ആരാധിക്കാൻ വേണ്ടിയാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ പേര് വേറെ ആയിരിക്കണമായിരുന്നു. ദൂതന്മാരുടെ പേരെന്താണ്? വേർഷിപ്പേഴ്സ് എന്നല്ല, ദൂതുവാഹികൾ, ഏഞ്ചലോസ് എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ദൈവത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനും ദൈവത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയാനും ദൈവത്തെ റെപ്രസെന്റ് ചെയ്ത് കാര്യങ്ങൾ നിർവഹിക്കുവാനും ആയിട്ടാണ് വാസ്തവത്തിൽ ദൂതന്മാരെ ഉണ്ടാക്കിയത്. അല്ലാതെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയൊന്നുമല്ല. ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്നുണ്ടായിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ അവരെ സൃഷ്ടിച്ചത് അതിനു വേണ്ടിയല്ല. സൃഷ്ടിച്ചത് അതിനു വേണ്ടിയാണെങ്കിൽ അവരുടെ പേര് വേറെ ആയിരുന്നേനെ. യെശയ്യാവിന്റെ പ്രവചനം 6-ാം അധ്യായത്തിൽ സെറാഫുകളിൽ 6 ചിറകുള്ള സെറാഫുകൾ എന്താണ്? നിന്നുകൊണ്ട് ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്നാ പറയുന്നത്. ഡോക്സോളജി ആയിട്ട് നമ്മളത് കണക്കാക്കുന്നതെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രസ്താവനയാണ്. ദൈവത്തോട് അവർ പറയുകയല്ല, ഒരുത്തനോട് പറയുകയാണ്, നോക്ക് ഇവൻ എത്ര പരിശുദ്ധനാണ്, ഇവന്റെ അടുത്തോട്ട് നമുക്ക് അടുക്കാൻ കഴിയുന്നില്ല, ഇവനെ നമുക്ക് നോക്കാൻ കഴിയുന്നില്ല, ഇവൻ എത്ര പരിശുദ്ധൻ, ഹി ഈസ് ദ മോസ്റ്റ് ഹോളി. ദാറ്റ് ഇസ് എ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ ആണെങ്കിലും ദൈവം സൃഷ്ടിച്ചത് ആരാധിക്കാൻ വേണ്ടിയാണ് എന്ന് ചിന്തിക്കുന്നതിനകത്ത് എന്താ അർത്ഥം? കാരണം എൻ്റെ മക്കൾ എന്നെ പ്രൈസ് ചെയ്യുന്നത് എനിക്കിഷ്ടമാണെങ്കിലും എന്നെ പ്രൈസ് ചെയ്യാനായിട്ട് ഞാൻ മക്കളെ ജനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശരിയാണോ? അപ്പം ആ ദൈവത്തിന് ഞാൻ ആരാധിക്കുന്നത് കൊണ്ട് നോ, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് ദ റിയൽ തിങ്. ദൈവം എന്നെ ആരാധിക്കാൻ വേണ്ടി ആക്കി. ദൂതന്മാരെല്ലാം ആരാധിച്ചുകൊണ്ടിരുന്ന് മടുത്തു കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഒരു പുതിയ ജീവിയെ ഉണ്ടാക്കിയേക്കാം എന്ന് വെച്ച് മനുഷ്യനെ ഉണ്ടാക്കിയെന്നൊക്കെ ചിന്തിക്കുന്നതൊന്നും യുക്തിപരമല്ല, വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ അത്ര ശരിയൊന്നുമല്ല. എന്നാൽ ഞാൻ വർഷിപ്പ് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ട്?
ബിക്കോസ് ഹി ഈസ് വർതി ടു ബി വർഷിപ്ഡ്. അവൻ ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ട് ഞാൻ ആരാധിക്കുന്നുണ്ട്. അല്ലാതെ ആരാധിക്കണമെന്ന് പറഞ്ഞ് എന്നെ വഴക്കുണ്ടാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ ആരാധിക്കാൻ വേണ്ടി എന്നെ സൃഷ്ടിച്ചത് കൊണ്ടോ ആണ് ഞാൻ ആരാധിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് ഒന്നുകൂടെ പറയാം സമയമനുസരിച്ച്. ഇന്ന് കൂടുതൽ ആളുകളും ആരാധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഗ്നറൻസിലാണ്, ആ അജ്ഞതയിലാണ് ആരാധിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 4-22 വാക്യത്തിൽ ശമരിയാക്കാരി സ്ത്രീയോട് കർത്താവ് പറയുന്നു, നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. വേർഷിപ്പിംഗ് ഇൻ ഇഗ്നറൻസ്. നല്ലൊരു ശതമാനം ആളുകളും ആരാധിക്കുന്നത് അവരുടെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ടാണ്. ആരാധിക്കാതിരിക്കാൻ അവർക്ക് കഴിയത്തില്ല. കാര്യം ആരാധന എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ഇൻസ്റ്റിങ്ക്റ്റ്. എന്താണ് ഒരു നമ്മളിങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ബിക്കോസ് നമ്മളെക്കാൾ വലിയ ഒരാളുണ്ട് എന്നുള്ള അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം മനസ്സിൽ കിടക്കുന്നത് കൊണ്ട്, നമ്മൾ വെറും സൃഷ്ടികളായതുകൊണ്ട് സൃഷ്ടാവിനോടുള്ള വലിയ ഒരു ബഹുമാനം നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അതെല്ലാ മനുഷ്യൻ്റെയും ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ആരെയെങ്കിലുമൊക്കെ ആരാധിച്ചേ പറ്റൂ, എന്തിനെയെങ്കിലുമൊക്കെ ആരാധിച്ചേ പറ്റുള്ളൂ. പക്ഷെ എന്തിനെയാണ് ആരാധിക്കുന്നതെന്ന് പോലും അറിയാതെയാണ് ലോകത്തിൽ 90% ആളുകളും ആരാധിക്കുന്നത്. ദേ വർഷിപ്പ് ഇൻ ഇഗ്നറൻസ്. അവരാരാധിക്കുന്നത് അജ്ഞതയിലാണ്. അവർ കല്ലിനെ ആരാധിക്കും, മരത്തെ ആരാധിക്കും, ഒന്നുമില്ലാത്തതിനെ ആരാധിക്കും, ഫിലോസഫിയെ ആരാധിക്കും, വ്യക്തികളെ ആരാധിക്കും, സച്ചിൻ തെണ്ടുൽക്കറിനെ ആരാധിക്കും, ആരെയെങ്കിലുമൊക്കെ ആരാധിക്കും. കാര്യം എന്തിനെയാണ് ആരാധിക്കുന്നതെന്ന് അവർക്കറിയത്തില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ, ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ, ഒരുങ്ങിയിടാം. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നേ. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നേ. രാജ്യം രാജ്യങ്ങളോടെതിർത്തു തുടങ്ങിയല്ലോ, ഒരുങ്ങിയിടാം. രാജ്യം രാജ്യങ്ങളോടെതിർത്തു തുടങ്ങിയല്ലോ, ഒരുങ്ങിയിടാം. കൊട്ടാരങ്ങൾ തുടങ്ങി കൊട്ടിൽ വരെ ജനം കണ്ണുനീർ താഴ്വരയിലല്ലയോ. കൊട്ടാരങ്ങൾ തുടങ്ങി കൊട്ടിൽ വരെ ജനം കണ്ണുനീർ താഴ്വരയിലല്ലയോ. ഒരു സ്വസ്ഥതയില്ല മനുഷ്യത്തിലെ, ഒരുങ്ങിയിടാം. ഒരു സ്വസ്ഥതയില്ല മനുഷ്യത്തിലെ, ഒരുങ്ങിയിടാം. ആകാശത്തിൻ ശക്തി ഇളകുന്നതാൽ ഭൂവിലെന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട്, ആകാശത്തിൻ ശക്തി ഇളകുന്നതാൽ ഭൂവിലെന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട്, ജനം പേടിച്ചു നിർജീവരായിടുന്നേ, ഒരുങ്ങിയിടാം. ജനം പേടിച്ചു നിർജീവരായിടുന്നേ, ഒരുങ്ങിയിടാം. ശുദ്ധിമാന്മാർ പലർ വീണിടുന്നു, ദൈവശക്തി ത്യജിച്ചവരോടിടുന്നു. ശുദ്ധിമാന്മാർ പലർ വീണിടുന്നു, ദൈവശക്തി ത്യജിച്ചവരോടിടുന്നു. ലോകമോഹങ്ങൾ കഠിനരായി തീരുന്നതാൽ ഒരുങ്ങിയിടാം. ലോകമോഹങ്ങൾ കഠിനരായി തീരുന്നതാൽ ഒരുങ്ങിയിടാം. വിശ്വാസത്യാഗം മുന്നടന്നിടുമേ, പലർ വിശ്വാസം വിട്ടുഴന്നോടിടുമേ. വിശ്വാസത്യാഗം മുന്നടന്നിടുമേ, പലർ
10,000 പേരിലും സുന്ദരൻ താൻ. തന്റെ കോമള രൂപം കണ്ടാലെന്നിപ്പാൻ ഒരുങ്ങിയിടാം. തന്റെ കോമള രൂപം കണ്ടാലെന്നിപ്പാൻ ഒരുങ്ങിയിടാം. മാലിന്യപ്പെട്ടിടതോടിടുക, മണവാളൻ വരവേറ്റമടുത്തുപോയി. മാലിന്യപ്പെട്ടിടതോടിടുക, മണവാളൻ വരവേറ്റമടുത്തുപോയി. മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങിയിടാം.